കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ സൈദ്ധാന്തിക വിശദാംശങ്ങളിലേക്ക് ഒന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ദാർശനിക പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ പലരും അതൊക്കെ ക്ലാസ് എടുത്തിട്ടും ഉണ്ടാവും. ശിവാസനൊക്കെ പാർട്ടി ക്ലാസ്സിൽ മാർക്സിയൻ ദർശനമൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാവും. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. അതെല്ലാം ആ ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരൊറ്റ വാക്കിൽ കമ്മ്യൂണിസത്തെ വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ 1000 വാക്കിലും ഒതുങ്ങാനാവാത്ത വലുപ്പം ആ മഹാപ്രത്യയശാസ്ത്രത്തിനുള്ളപ്പോഴും ഒരു വാക്കിൽ അതിനെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് മനുഷ്യസ്നേഹം എന്നല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യസ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. അതാണ് മാർക്സിസം. മാർക്സിസത്തിൽ നിന്ന് മനുഷ്യസ്നേഹത്തെ, മാനവികതയെ മാറ്റി നിർത്തിയാൽ പിന്നെ അതിനെ കമ്മ്യൂണിസം എന്ന് പറയാനാവില്ല. മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനയായി കാണാനുള്ള മനോഭാവത്തിന്റെ വിളിപ്പേര് കൂടിയാണ് കമ്മ്യൂണിസം. അതാണ്. അവിടെ നിന്ന് നമുക്ക് വിശദീകരണം ആരംഭിക്കാം. പക്ഷെ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും യാതനകളും അടിമസമാനമായ ജീവിതത്തിന്റെ ദുരിതങ്ങളും കണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ അവസാന ഭാഗം എഴുതുമ്പോൾ അതിന്റെ ആഹ്വാനം, ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ നിങ്ങൾ സംഘടിപ്പിക്കൂ, നഷ്ടപ്പെടുവാൻ നിങ്ങൾക്കൊന്നുമില്ല കൈവിലങ്ങുകളല്ലാതെ, നേടിയെടുക്കാനോ ഒരു ലോകമുണ്ട് താനും എന്നാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ല കൈവിലങ്ങുകളല്ലാതെ. അത് ആലങ്കാരികമായ ഒരു പ്രയോഗമല്ല. അക്കാലത്ത് തൊഴിലാളികളുടെ സാഹചര്യം അതാണ്. ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടുക. ഒരു 10 രൂപ നഷ്ടപ്പെടാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? പോക്കറ്റിൽ 10 രൂപ വേണം, എന്നാലല്ലേ അത് നഷ്ടപ്പെടും. പോക്കറ്റിൽ ഒറ്റ പൈസ ഇല്ലെങ്കിലോ പിന്നെ പണമൊന്നും നഷ്ടപ്പെടില്ല. അടിമസമാനമായ ജീവിതം നയിച്ചവർ, 18ഉം 20ഉം മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നവർ, രാപ്പകൽ ഭേദമില്ലാതെ ജോലി ചെയ്താലും വിശപ്പടക്കാനുള്ള ആഹാരം പോലും കിട്ടാതിരുന്നവർ, അങ്ങനെ ജീവിതത്തിന്റെ വസന്തകാലത്ത് തന്നെ ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് മരിച്ചുപോയവർ, മധ്യവയസ്സിലെ വാർദ്ധക്യ സഹജമായ സാഹചര്യങ്ങളാൽ മരിക്കേണ്ടി വന്ന മനുഷ്യർ, അതായിരുന്നു ഒരു കാലത്ത് തൊഴിലാളി. ആ തൊഴിലാളികളെയാണ് അവകാശബോധമുള്ളവരാക്കി മാറ്റി പുതിയൊരു ലോകം സൃഷ്ടിക്കാനുള്ള പോരാട്ടത്തിന് ആഹ്വാനം നൽകി. ആ തൊഴിലാളിയുടെ വേദനയെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ഹൃദയ വിശാലതയുടെ പേരാണ് കമ്മ്യൂണിസം. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ വേദനിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വേദനയാണ് എന്ന് തിരിച്ചറിയാനുള്ള മനോഭാവത്തിന്റെ വിളിപ്പേര് കൂടിയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന കാലങ്ങളിലെല്ലാം നാം സ്വീകരിച്ചിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, നമ്മുടെ നയസമീപനങ്ങൾ, അത് ഓരോന്നും സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഈ ദിശയിലുള്ളതാണ്. 957 EMSന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോ ആദ്യം കൈക്കൊണ്ട തീരുമാനം എന്തായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിപ്ലവകരമായ ഒരു ചുവടുവയ്പ് നടത്തി. കുടിയിറക്കൽ നിരോധന നിയമം. കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. പുറത്തുള്ളിൽ ഇപ്പൊ പല രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായി നിൽക്കുന്നവരുണ്ടാവും, നമ്മളെ വിമർശിക്കുന്നവരുണ്ടാവും. വിമർശിക്കട്ടെ. പക്ഷെ അവർ സ്വന്തം ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാനാവും അവരുടെ രക്ഷിതാക്കളെയും ഒരു തുണ്ട് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയത് 57 EMS ഗവൺമെന്റിന്റെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും അതിന്റെ തുടർച്ചയായി യാഥാർത്ഥ്യമായ സമഗ്രമായ ഭൂപരിഷ്കരണവുമാണ്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ലല്ലോ. മരിച്ചുപോയാൽ മൃതശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാത്തവരായിരുന്നു കേരളത്തിലെ ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ. തകഴിയുടെ കൃതികളിൽ വിശദീകരിക്കുന്നുണ്ട്. മൃതശരീരം മറവ് ചെയ്യാൻ മാർഗമില്ലാതെ കായലിൽ ഒഴുക്കിവിടേണ്ടി വന്ന ഹതഭാഗ്യരെ കുറിച്ച്. അതായിരുന്നു കേരളം. ആ അടിമ ജീവിതത്തിന് അറുതി വരുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്നു.
ആധുനിക കേരളത്തിന്റെ ഓരോ ചുവടുവയ്പും. പിന്നീട് മലയാളികളെ അക്ഷരം പിടിപ്പിച്ച് സാക്ഷരരാക്കാൻ 87-ലെ നായനാരുടെ ഗവൺമെന്റ് സമ്പൂർണ്ണ സാക്ഷരത എന്ന ദരിദ്ര മൂന്നാം ലോക രാജ്യങ്ങളിലെ പ്രദേശങ്ങൾക്ക് സ്വപ്നം കാണാനാവാത്ത ചരിത്ര നേട്ടം നമ്മൾ കയ്യെത്തിപ്പിടിച്ചു. ഇപ്പൊ ക്ഷേമ പെൻഷനെ കുറിച്ചൊക്കെ എല്ലാവരും വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു വലിയ ആശ്വാസമാണ്. ആ ക്ഷേമ പെൻഷന് തുടക്കം കുറിച്ചത് നമ്മുടെ ഗവൺമെന്റാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ജനകീയാസൂത്രണം എന്ന പേരിൽ സമ്പൂർണ്ണ യാഥാർത്ഥ്യമാക്കി മാറ്റിയ ഒരു കാലം. ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ, ടാർ ചെയ്ത റോഡുകൾ അന്നാണ് യാഥാർത്ഥ്യമായത്. അതിനു മുൻപ് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ടാറിട്ട റോഡ് ഉണ്ടായിരുന്നില്ല, ചെമ്മൺ പാതകളായി. ഗ്രാമീണ ജനതയ്ക്ക് ടാർ ചെയ്ത റോഡുകൾ കാണാൻ അവസരം കിട്ടിയത് ആ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായ അധികാര വികേന്ദ്രീകരണം യാഥാർത്ഥ്യമായപ്പോഴാണ്. വികസന പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം. ഓരോ പ്രദേശത്തെയും ജനങ്ങൾ ഒത്തുകൂടിയിരുന്ന് ഇവിടെ എന്തു വേണം, റോഡാണോ, അംഗൻവാടിയാണോ, എന്താണ് ഇവിടെ ആദ്യം വേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്ന അധികാരം ജനങ്ങൾക്ക് ലഭിച്ചത് ആ കാലത്ത്. അങ്ങനെ വന്നിപ്പോ നമ്മൾ കഴിഞ്ഞ 9 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു. ഈ 9 കൊല്ലത്തിനുള്ളിൽ നടന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഓരോന്നായി സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, കേരളം ചരിത്രത്തിലെ വളർച്ചയുടെയും മുന്നേറ്റത്തിന്റെയും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു.